ഇവിടെ ഫോറസ്റ്റ് മേഖലയായിക്കോട്ടെ. ഇനി അങ്ങോട്ട് വരുമ്പോൾ തന്നെ ആൾക്കാർ താമസിക്കുന്ന കാര്യം. ഏഴുംകണ്ടം വീട് കൊള്ളാം. സുബ്രഹ്മണ്യൻ അമ്പലം. വണ്ടി ഇറക്കി വെക്കണം. നേരത്തെ വണ്ടിയല്ലേ ഈ താഴെയായിരുന്നു ഇറക്കി വെച്ചോണ്ട്. ആള് ഇഷ്ടംപോലെ താഴെ പോയിട്ടുണ്ടല്ലോ. ഈ കിടക്കുന്ന വണ്ടിയുള്ള ആൾക്കാരെല്ലാം താഴെ പോയിരിക്കുന്ന ആളുണ്ടോ ഇവിടെ അല്ലേ? അതല്ലേ പോയിട്ട് കയറി വരുന്നുണ്ട്. ഇതിലാണ് പോകുന്നത്. അതിൽ ഇറങ്ങിപ്പോ ഈ വണ്ടി കയറ്റി. ഞാൻ സാധാരണ ഇവിടെ ഒരു പൈസ ആയിട്ടാണ് വിളിക്കുന്നത്. താഴെ തന്നെ നല്ല സീനുണ്ട് എടുക്കാൻ. ഇതപ്പോ അങ്ങോട്ടുള്ള വഴിയാ? അത് നേരത്തെ ആരാണ് ഈ പിള്ളേരുമായിട്ടൊക്കെ കാര്യം പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ രാത്രി തീയൊക്കെ ഇരിക്കുന്നുണ്ടോ? പനത്തിനകത്ത് കയറി തീയിടുന്നല്ലേ? വെറുതെ അമ്മമാര് പിന്നെ കയറ്റത്തില്ലാതാവും ഇതിലേക്ക് അല്ലേ? ഇത് കുറച്ച് നാൾ അടച്ചു കളയും ഈ വഴിയൊക്കെ. ഓരോ വൃത്തിയിൽ കാണിക്കുന്നു ഓരോരുത്തർ കയറി. താഴെ വെള്ളം വരുന്ന വെച്ചാ അവിടെ ഒരു അരുവിയുണ്ട്. ഒരു ദിവസം ഞാൻ കാട്ടിക്കൂടി ഇതിലെ ഒരു ആട്ടം ചാടി ഞാൻ അങ്ങ് പോയത്. അരുവിയെ പോയി കണ്ടോ. എനിക്ക് അപ്പ എടുത്തിട്ട് പാടിച്ച് പോണം പറ്റും. അത് മഴക്കാലത്തല്ലേ? അന്നിവിടെ വേലി അങ്ങനത്തെ പ്രശ്നം ഇത്രത്തോളം പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈ ഇവിടെ വരുന്നത് ഇത് മുഴുവൻ ഫോറസ്റ്റല്ലേ. ആൾക്കാർ കയറി എന്നൊക്കെ തോണിയൊക്കെ കഴിക്കുമെന്ന് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ വന്നപ്പോൾ വിഷയമായി. എടുക്കുന്നെടുത്തു. ഞാൻ പറയാം. അവന്മാരുടെ ക്യാമറയാണ് ഒരു രക്ഷയില്ല. കൊറോണയുടെ സമയത്ത് എൻ്റെ ഒരു സോണിയുടെ ഫോണ് കംപ്ലൈൻ്റ് ആയി. ഇതുപോലെ താഴെ വീണ് പൊട്ടി. എനിക്ക് അന്നേരം ഉണ്ടായ വിഷമം. കാരണം അതുപോലെ അതാ പുതിയത് മേടിച്ച ആ ഒരു സെറ്റപ്പ് കിട്ടത്തില്ല. പഴക്കം തോറും ഇതിൻ്റെ ഇതെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കും. കളറും ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം കൂടിക്കൂടി വരും. വേറൊരു ഫോണിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനിതൊക്കെ ചിന്തിക്കുന്നു. ഇതുപോലെ കയറ്റി വിടാൻ പറ്റുന്ന സംഭവം താഴെ വരും. അകത്തോടെ കയറാം. എന്നിട്ട് വെള്ളത്തിലേക്ക് ഓപ്പണിങ്. അതുകൊണ്ട് വെള്ളം ഇതൊരു ഭയങ്കര ഹൈലൈറ്റാണ്. എല്ലാവരും മാറി കയറും. കയറിയെടുത്തിട്ട് അരുൺ. അത് തന്നെ. നിങ്ങളെവിടെ സ്ഥലം? അപ്പോൾ നിങ്ങൾ അയലോക്കാരല്ലേ? ഉള്ളി കൊണ്ടൊക്കെ അടിച്ചു വീണ സീനില്ല. അതല്ല എൻ്റെ യാത്ര ചാനൽ. എൻ്റെ യാത്ര എന്നുള്ള ചാനലുണ്ട്. ഇത് DJ ഓസ്മോ.
ചാടിയതല്ല നീ ഇതാണെങ്കിൽ ഞാൻ അതിൽ കിടന്ന് ആടിയിട്ട് ഇറങ്ങി പോകുമ്പോ ഒരു മര്യാദയിലൊക്കെ ഇറങ്ങണ്ട പിന്നെ ഞാൻ സ്ലോ മോഷനിലാണ് ഇവിടെ ഇനി തോളെ അത് ഇവിടെയും കിട്ടും അവിടെയും കിട്ടും. അവിടുന്ന് അത്രയും കിട്ടത്തില്ല. ഇവിടുന്ന് നമുക്കിത് കാണത്തില്ല. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് കയറി വന്നോ? ഇല്ല, അങ്ങോട്ട് പോകും. നിങ്ങളിപ്പോൾ വന്നപ്പോഴേ ഇങ്ങോട്ട് കഴിയും. അതെ, വന്നപ്പോ ഇതിനെ എല്ലാവരും ഇത് തന്നെ നോക്കുള്ളൂ. ഞാൻ ഒരാഴ്ച മുമ്പ് വന്നു. ഞാൻ പുള്ളി എൻ്റെ കൂടെ വന്നപ്പോൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് മാറി അവർക്ക് പോയിരുന്നു. ഈ സൈഡിലേ വെള്ളം കയറി കിടക്കുന്ന കരടികളും വരുന്ന സ്ഥലമുണ്ട്. ഈ പാറ മുള്ളു കരടി ഉണ്ടായിരുന്നാണോ പണ്ട്? കരടിയുടെ മൊത്തം മറ്റേ ആയിരുന്നു. കുറച്ച് റീൽ എടുക്കാറുണ്ട്. അവർക്ക് എങ്ങോട്ടൊന്ന് ഇറങ്ങി പോകട്ടെ. ഇത് കൊള്ളാം. ഇടുക്കി ഡാമിലെ വെള്ളം ഉയ്യോ ഇത്ര അതാ അല്ലേ അഞ്ചുരുളി. ഒരു പൊട്ട് പോലെ കാണത്തുള്ളൂ. മേള് കല്യാണത്തുണ്ട്. റീൽ കിട്ടിയാൽ അടുത്ത് ചെല്ലത്തില്ലല്ലേ അരികിൽ അവിടെ തന്നെ ആ സൈഡിൽ കൂടെ പോകുന്നു. അതാണോ ആ പാറ? അവിടെയൊക്കെ പാറ ഇരിക്കണം. ആ ഈ കരടികളെന്ന് പറയുന്നത് അത് ഈ സൈഡിൽ കൂടെ തന്നെ പോകും ആൾക്കാർ. അതുകൊണ്ടോ ഒന്ന് വട്ടെല്ലാം കഴിഞ്ഞ് കലണ്ടാരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറഞ്ഞ് വന്നാണേ. അപ്പം നമുക്ക് കണ്ടുവരാം. എനിക്കിത് ഇങ്ങനെ ചെയ്യാൻ അറിയുന്നു. വേറെ മാതിരി അറിയാം. അത്യാവശ്യം നല്ല തണുപ്പ്, കാട്, കുറച്ചൊക്കെ റിസ്ക് ഉള്ള വഴി. കുറച്ചൊക്കെ അല്ല, അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട്. കാരണം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ ഇങ്ങനെ നടക്കുന്നത്. മോളിക്കൂടെ കാണിക്കുമ്പോൾ അത്ര അറിയത്തില്ല. ഇതിനിടക്കൂടെ വേണം പോകാൻ. പക്ഷെ ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കുമ്പം ഉള്ള ഫീലുണ്ടല്ലോ, അത് സൂപ്പറായിരിക്കും. അതങ്ങോട്ടൊന്ന് ആ പാറയുടെ അവിടെ പോകാൻ പറ്റുമെന്നായിരുന്നു. ഇതിനോയ്ക്ക് നീന്തറിയത്തില്ലേ? ആ അതുകൊണ്ടാ നീന്തൊക്കെ പഠിക്കണം കേട്ടോ, ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ. ഇത് ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ പിന്നെ രസമാണ്. ഇവിടെ കണ്ടോ ഈ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നത്. നല്ല അടിപൊളി കാഴ്ച. നമുക്ക് അപ്പുറത്തോട്ട് പോകാവേ. ഇല്ലിമുളം കാടുകളിൽ എല്ലാം. പക്ഷെ വഴി കുറച്ച് റിസ്ക്കാ, തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അയ്യോ ഇല്ലിയാണ് കേട്ടോ. ഈ ഡാമിൻ്റെ പേര് ഇല്ലിയാണ്. ഇതിലുള്ള പോക്കിട്ട് ഡേഞ്ചറാ, ശകലം തെന്നിച്ചുണ്ടാവും. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇതൊക്കെ ചെരുപ്പില്ലാവുന്ന പെട്ടാണ്. ചെരുപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളമുള്ളൂ ഇന്ത്യയുടെ. പിന്നെ ഇവിടെ കുഴപ്പമില്ല, പോവാം. പോകുന്ന വഴിക്ക് ഇതേ ഒരു സാധനം ഞാൻ കണ്ട്, അതിനകത്ത് നമുക്ക് കയറാം. എനിക്കൊരു പാറുണ്ട്, നമുക്ക് ഇറങ്ങി ചെല്ലാം. ഇവിടെ കണ്ടോ മീൻ പിടിക്കുന്നവരുടെ കൂടാരമാണ് ഈ അടിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതിനകത്ത് ആളൊന്നുമില്ല. അതിനകത്ത് താഴോട്ട് പോകണ്ട കേട്ടോ. താഴോട്ട് പോകുന്നില്ലെന്നേ, ഈ കൂടാരത്തിൻ്റെ നല്ല കയമാണ്. ഈ കരടിവെള്ളം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ആ കാണുന്ന കേട്ടോ, ആ ഒരു ഭാഗത്ത് അവിടെ പക്ഷേ നല്ലൊരു വെള്ളം കിടക്കിടക്കാം. അതിൻ്റെ അടി മുഴുവൻ പാറകളാണ് അവിടെ. ഇപ്പോൾ അങ്ങോട്ട് അടുക്കാൻ മാറില്ല.
ഇപ്പം നല്ല വെള്ളമുള്ള സമയമാണ്, അതുകൊണ്ട് ഇത്ര ഭംഗി. ഇവിടെയല്ലേ സാധനം, ഇവിടെ കരടിയുള്ള സ്ഥലം. കരടികൾ അല്ല, സോറി, കരടി അള്ള്. കരടി അള്ള് ഭീകര സ്ഥലമാണല്ലോ. ഉണ്ടോ? ഉണങ്ങിപ്പോവും. ഓ, ഇല്ലിയുടെ പൂത്ത ഇല്ലി അരി കിടക്കുന്നുണ്ടോ? മുളയരി എന്നാണ് ഇതിന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആ സാധനം കിടക്കുന്നു, ഇതെല്ലാം കിടക്കുന്നു. മുളയരി, ഇത് മുളയാ, ഇതല്ലേ മുളയരി. അടിപൊളി സ്ഥലം കേട്ടോ ഇത്, അടിപൊളി സ്ഥലം, രക്ഷയില്ല. പാറ കണ്ടു, സൂപ്പർ പാറ. കരടിയുടെ സ്ഥലം അതാ, ഇതാണ്. ഇവിടെ മുഴുവനും തന്നെ ഒരു പാറക്കൂട്ടങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തോട്ടല്ല, അതെ ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് ഈ വെള്ളം ഇങ്ങനെ അടുത്ത് കിട്ടുന്നുണ്ട്. ആരവിടെ കയ്യാല കിട്ടിയിട്ടില്ല? ഇവിടെ ഇവിടെ കയ്യാല കിട്ടിയിട്ടില്ല. അത് ഇത്രയും വലിയ കല്ലൊക്കെ വെച്ചു. പ്രകൃതി കിട്ടിയ കയ്യാലയത്. കരടികളിൽ കരടികളിൽ ഉണ്ടോ ഇതിനകത്ത്? കരടികളുടെ എല്ലാം തീയുണ്ടോ? അങ്ങനെ 5 മണിയിലെ കടൽ, എന്താ കടലല്ല, കരടികളിലെത്തി കേട്ടോ. കടലിലെത്തിന്ന് ഇന്ന് പാറയുടെ മുകളിൽ കയറാൻ പോകുന്നു. പാറ താഴെ പോകും. പിന്നെ പാറ താഴെ പോയി, അതൊക്കെ എന്തോ വർത്താനം. ഇവിടെ കയറി നിന്ന് കഴിയുമ്പോൾ നല്ല പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, വെള്ളം കിടക്കുന്നത്. അതിൽ ആരാണ്ട് വരുന്നുണ്ടോ അല്ലേ പെണ്ണുങ്ങളൊക്കെ ഒറ്റ വെക്കുന്നുണ്ടോ? ആ കരടിയുള്ള അതാ കേട്ടോ, ഇതുകൊണ്ട് അതാ വലിയൊരു പൊക്ക്. ആ, അത് കേട്ടോ. ആ മുനപ്പെന്ന് പറയുന്നത് അതല്ലേ, അവിടെ ആൾക്കാർ നിൽക്കുന്നത്. ദേ അവര് നമ്മൾ കണ്ടില്ലേ, നമ്മൾ കണ്ടവരതേ നിൽക്കുന്നു. ആ, ആ നടുക്ക് കുറച്ച് കാട് പോലെ ഭാഗം കാണുന്നത് എവിടെയാ? അല്ല, അങ്ങ് ആ ഡാമിന് നടുക്ക് തുരുത്ത്. ഇതാണ് സ്ഥലം. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. സിമ്പിളാ ഇങ്ങോട്ട് കയറാൻ. ഇനി നമ്മൾ പോകുന്നത് അങ്ങോട്ടാ, അതാണ് മുനമ്പം. അല്ല, മുനമ്പം അല്ല, മുനമ്പ്. അങ്ങോട്ടിനി പോകും നമ്മൾ. അതിനു മുമ്പ് ഇവിടെ അധികം ആരും വരാത്ത, ഇതിൻ്റെ പേരണ കരടികളല്ലേ? കരടികൾ കൊള്ളാം. ഒരു പാറയുടെ മുകളിലാണ് നിൽക്കുന്നത് ഇപ്പം, വീട്ടിലും പാറയോ. അങ്ങ് ദൂരെ മറ്റേ കുഴൽ കാണാമല്ലോ, തുരങ്കത്തിൽ നിന്ന് വെള്ളം കാണുന്ന, അഞ്ചുരുളി തുരങ്കത്തിൽ നിന്ന് വെള്ളം വരുന്ന ചെറുതായിട്ട് കാണാം.
അനേ ആ നെടുങ്കണ്ടം തൊട്ടല്ലേ? ആ ആ ആ. പിന്നെ നമ്മൾ അവിടെ വെച്ച് കണ്ടവർ കാഞ്ഞിരപ്പള്ളിക്കാർ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. അവരെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കുറച്ച് ദൂരെയാണ്. പക്ഷെ നമുക്ക് അവിടെ ചെല്ലണ്ടേ. കരടി ഊഞ്ഞാലാടുന്ന സ്ഥലം കേട്ടോ. കരടി ഊഞ്ഞാലാടുന്ന സ്ഥലമാണ്. കരടി ഊഞ്ഞാലാടുന്ന സ്ഥലമാണ് കാര്യം പറയാം. വള്ളി കണ്ടിട്ടേ മനുഷ്യന് ഇത്രയും വലിയ ഊഞ്ഞാലിൻ്റെ ആവശ്യമില്ല. ആ ശരിയാ. ഈ ഒരു വള്ളിക്കെട്ട് എത്ര വർഷമായിട്ട് ഇങ്ങനെ ഉള്ളതെന്നറിയോ? ഇതിലെല്ലാം ആൾക്കാർ വന്നിരുന്നു, ഒത്തിരി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്. ഇതുണ്ടോ ഇതിൻ്റെ ഒരു സൂം ചെയ്യണം. മറ്റൊരു സംഭവം ഉണ്ടോ, എന്തുമാത്രം പൂമ്പാറ്റയാന്ന് നോക്കി അവിടെ. പൂമ്പാറ്റകൾ, ബട്ടർഫ്ലൈസ് ഇഷ്ടം പോലെ കേട്ടോ. ഒരു ഈ കറുപ്പെന്ന് പറയുന്ന സംഭവം ഇഷ്ടംപോലെ സാധനം, പക്ഷെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതേലെ എങ്ങനെ ചുമ്മാ തൂങ്ങി കയറിയാൽ മതി. ഇനിയാണോ? ആടാൻ പറ്റുന്നില്ല. ഇല്ല ചാടിക്കോ. ഞാൻ കോളാന്ന് പറക്കും, പിന്നെ പുള്ളിയൊക്കെ കണ്ട് കളിച്ച് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. വിനോ ഇടിക്കുന്നുണ്ട്. എല്ലാവരും ഞാനിരിക്കും പോകാൻ സ്ഥലം വളരെ ചുരുക്കുക. ചെല്ലാറോയിൽ എനിക്കൊരു ഹോം സ്റ്റേ ഉണ്ട് നമ്മുടെ ആ വാച്ച് ടവറൊക്കെ ഇല്ലേ, എൻ്റെ നേരെ ഓപ്പോസിറ്റ് ലാസ്റ്റ് ടവർ. വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നുകൂടെ അതിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊരു വേറെ ഇപ്പം ഞാൻ ഗ്രാമക്കാഴ്ചകൾ എന്ന് പറഞ്ഞുള്ള കുറച്ച് പരിപാടിയാണ്. അതാ കൂടുതൽ അതിൻ്റെ ഇതായിട്ട് എനിക്ക് ഈ സോളാറിൻ്റെ വർക്കായതുകൊണ്ട് ഒത്തിരി യാത്രയുണ്ടേ, പല സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അന്നേരം ആ കൂടത്തിൽ ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഒപ്പിച്ചെടുക്കാം. ചുമ്മാ എടുത്താ ഇടയ്ക്ക് വരുന്നത് ഞങ്ങൾ കളിയാക്കി താടി എഴുതാം. പിന്നെ ആരിൽ കളിയാക്കി ആ താടി എടുക്കുന്നു. താടി ഉള്ള എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചു. പിന്നെ താടി ഒരു ഷേപ്പ് വേറെ ആയിരുന്നു, ഒരു മുണ്ടും അതൊക്കെ അറിയാലോ. ആണല്ലേ. കണ്ടോ കുട്ടികളുടെ കണ്ടോ അവിടെ അവരങ്ങേറ്റത്തോട്ട് നിൽക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് വന്നേ, അവരെ ഇന്ന് കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒന്ന് വന്നിട്ട് പോകുന്നവർ പിന്നെ പിന്നെ വരും. നല്ല രസമുള്ള സാധനം. കയറി പോവാം. പയ്യെ പോയപ്പോ ആ ശരി, അവരോട് വന്നിട്ടങ്ങ് പോകും.
കാറ്റിങ്ങനെ അടിക്കുമ്പോഴേ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഓളം തല്ലി തല്ലി വരുന്ന കാണാൻ എന്ത് ഭംഗിയാണ്. ഇത് വൈഡാണ്. ക്ഷീണിച്ചല്ലോ. ആ കൂടി അവിടെ ഓടിയായിരുന്നു. ഇവിടെ വന്ന് നിൽക്ക്. രണ്ടുപേരുടെ നല്ലതെടുക്കാം. ഇല്ല അവര് വെയിറ്റ് ചെയ്യും. അവര് കഥ പറഞ്ഞ അല്ല കഥ പറഞ്ഞില്ല. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് എടാ എടുക്കുന്ന നേരത്തെ അങ്ങോട്ട് നോക്കാം. അതെന്താ അറിയോ, മിക്ക എൻ്റെ മുഖത്ത് പോയി കളിക്കും. പെണ്ണിൽ പോയിട്ട് പെയിന്റ് അടിച്ചിട്ടേ ഞാൻ എടുക്കാം. അത് പുള്ളി നീ എന്നെ എടുക്കാം. അല്ല അത് പുള്ളി എടുക്കാൻ സാധ്യതയില്ല, നീ എന്നെ എടുക്കണോ? എന്റെ കൂടെ വാ. എൻ്റെ പേര് ലിൻഡോ, ഞാൻ തൃശ്ശൂരാണ്. ഞാനും ബേസിക്കലി ട്രക്കിംഗ് ട്രാവൽ അങ്ങനത്തെ പരിപാടി. ഞാനിപ്പോഴാണ് നിങ്ങളുടെ പേജ് ഉണ്ടോ, നിങ്ങളുടെ നല്ല ഫോട്ടോസ് ആയിട്ടുണ്ട്. ഇത് കുമ്പളയ്ക്ക് പോകണ്ട? കുമ്പളയ്ക്ക് ചെറിയ പ്ലാനുണ്ട്, നടക്കുമെന്നറിയില്ല. തുടങ്ങിയില്ലേ ഇപ്പോൾ? നെക്സ്റ്റ് വീക്ക് തുടങ്ങാം. 12-ാം തീയതി. ഇവിടെ വന്ന് അതെ, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം. ഇതാ ആ വീഡിയോ തീയുന്നുണ്ട്. അല്ലേ.
കല്ല് മുനിയറയുടെയാണോ? ഈ കല്ല് മുനിയറയുടെയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ് ഈ കല്ല്. അത് കാണുന്ന ഈ മുനിയറയുടെ ഭാഗമായിട്ടുള്ള ഈ കല്ല് കാണുന്നത്. അന്ന് ഇവിടെ മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ കുടീരത്തിന് മുകളിൽ കൂടുതലും മഹർഷിമാരിലൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളം കയറി കിടക്കുന്ന ഇതിന്റെ അടിവശത്ത് ആ തിണ്ട കൂടെ അല്ല മണ്ണങ്ങാടികളുണ്ട്, മൺകുടങ്ങൾ ഇരിക്കുന്ന കാണാം. ആൾക്കാർ വന്ന് വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ അതൊക്കെ കുത്തിപ്പൊട്ടിച്ച് എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഓരോ പ്രാവശ്യം വെള്ളം കയറി ഇറങ്ങി പോകുമ്പോൾ വീണ്ടും വീണ്ടും തെളിഞ്ഞ് വരും. ആദ്യമേ കാലത്തുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ അടക്കം ചെയ്ത ഒരു അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് ഈ ഇപ്പോഴും അഞ്ചുരുളി മുനമ്പിൽ ഈ കാണുന്ന ഈ പാറയും അതുപോലെ തന്നെ ഈ നന്നങ്ങാടിയും എന്ന് വെച്ചാൽ പാറയല്ല, ഇത് അവിടെ നേരത്തെ ഇവിടെ ആൾക്കാരുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഇത് ഈ ഇതിനൊക്കെ മാറ്റം വന്നത് ഈ ഡാം വന്നതിന് ശേഷമായിരിക്കും അല്ലേ? ഇതൊക്കെ അതിന്റെ ഭാഗമല്ലേ ഈ കിടക്കുന്ന കല്ലൊക്കെ? ഈ കിടക്കുന്ന പാറ അല്ല അത്. ഇന്നത്തെ സമയത്ത് ഒരു 10 പേര് പിടിച്ചാൽ പോലും അനങ്ങാത്ത പാറ കഷ്ണങ്ങളാണ്. അവിടെ നിൽക്കുന്നുണ്ടല്ലോ പൊങ്ങി. അതല്ല കല്യാണത്തണ്ട് കാൽവരി മൗണ്ട് മലനിരകളാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഇടുക്കി ജലാശയമുള്ളത്. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ. ആനയൊക്കെ വല്ലപ്പോഴും സന്ദർശിക്കുന്ന സ്ഥലമാണ് നമ്മളെപ്പോലെ. നമ്മൾ തിരിഞ്ഞ ഈ സ്ഥലത്തിൻ്റെ പേരായിരുന്നു കാഞ്ചിയാർ പള്ളിക്കാവല അല്ലേ? ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നമ്മളിപ്പോൾ പോയ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോ ഇപ്പോൾ പോയതോ? ആ ഇപ്പോൾ നമ്മൾ പോയത് 2 കിലോമീറ്റർ ആണ്. ബസ്സാ 12 രൂപ കുറവാണ്, 80 രൂപയ്ക്ക്. എന്നോട് ഞാൻ ടി വി കണ്ടോ? നീ ടി വി കണ്ടോണ്ടിരിക്കുവാണോ? ഞാൻ ചായ കുടിക്കായിരുന്നു. ആരുടെ ഇവിടെ ടി വി വെച്ചോണ്ടിരിക്കുക? ഒന്നും മേടിച്ചില്ല, എനക്കൊന്നും തരുന്നില്ല, മേടിച്ച് തരുന്നില്ല. വരുമ്പം ടി വി ഓഫ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആരെങ്കിലും ടി വിയും വെച്ച് ഇങ്ങനെ ഇരുന്നോളും രാവിലെ തൊട്ട്. 10ാം ക്ലാസ്സുകാരി ഒരുത്തി, അവളാ മെയിൻ.
അപ്പൊ നിനക്ക് ടി വി വെച്ച് തന്നാന്ന് പറ. എന്താ മേടിച്ചോ? എന്തിനാ? ബാക്കി തന്നെ ഒന്നുമില്ല. അമ്പോതെന്താ? ഈ കപ്പില്ല, ഒരു കപ്പും ഇല്ല. നീ പോയേ, നല്ല ചായ കുടിക്കും. കൊച്ചിനെ അഴിക്കല്ലേ ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് എന്നാ അത് മതമൂലം അമ്മ തരാടി. ഇത് ബണ്ണ് ബോണ്ട എന്തിനാണ് കൊച്ചിനെ തല്ലേ? ആരുടെ കൊച്ചിനെ തല്ലേ? എന്നാൽ ഷാമ്പൂ ഇതിനൊക്കെ ഞാൻ താനും തരാം. അവൾക്ക് കൊടുക്കണ്ട. കൊച്ചിനെ തല്ലുന്നു നീ? എന്തിനാ അവളെ അവിടെ അവളെ ഇരിക്കുമല്ലായിരുന്നു? ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ വരുമ്പോൾ ടി വി ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവിടെ നിൽപ്പണ്ടായിരുന്നു. ടി വി ഓഫ് ചെയ്തിട്ടില്ല. അച്ഛൻ തന്നെ ഞാൻ ഇന്ന് 2-3 തല്ലി. പിന്നെ എന്റെ എല്ലാരും കൂടെ എന്നാ തല്ലുന്നേ? ഇതാ ഞാൻ എങ്ങും പോകത്തില്ലാത്ത. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടിയും കുഴിയും ചവിട്ടും നല്ല സ്വഭാവം. ആ വെള്ളം എല്ലാം അവിടെ ഊറ്റി കളഞ്ഞപ്പോഴാണ്. അതാ പറഞ്ഞത്. നമ്മളുള്ളപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ലോ. നീ ബോണ്ട എവിടെ? പിന്നെ ശമ്പളമ്മയ്ക്കില്ല. ശമ്പളമ്മ വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചില്ല. ശമ്പളമ്മ വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചില്ല. ഇത്ര നേരത്തിനിടയ്ക്കോ? പാത്രം കൊണ്ടേ. ഇതിന്റെ തന്നെ ഡോണറ്റ്സോ? അതിന്റെ പേരെന്നാണ്? പിന്നെ നീ പേരിട്ടോ ഇനി? ഇതെന്നറിയോ? ചുമ്മാ ഇപ്പൊ ഇത് പൊട്ടത്തരം പറയുന്നേ. ഇതിനൊക്കെ പേരുള്ള നീ ചുമ്മാ പൊട്ടത്തരം വിളിച്ച് പറയണ്ട. ആ ഉഴുന്നോളായി തുളയുണ്ട്. തൊലിക്കട്ടി ഉണ്ടണ്ട പറയണ്ട പറയാൻ പറഞ്ഞു. ഇത് ബോണ്ട പോലത്തെ സാധനം. മറ്റേ ഇതില്ലേ പഞ്ചസാര വിൽക്കുക. എന്നോടാണ് ചോദിക്കുന്നത്. അമ്മ ഫോണിലാണെന്ന്. ഞാനാണ് ഇവിടെ ഉണ്ടായത്.